പരിശുദ്ധ സഭയുടെ കലണ്ടർ ക്രമീകരണം അനുസരിച്ച് പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് ഈ ദിവസത്തെ വിളിക്കുന്നു, വിശേഷിപ്പിക്കുന്നു. സഭാ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൻ്റെ ഒരനുസ്മരണം കൂടിയാണ് ഇന്നേ ദിവസം. വടക്കുവശത്ത് ശ്ലീഹ വായിച്ചപ്പോൾ നമ്മൾ കേട്ടു, അപ്പസ്തോല പ്രവർത്തികൾ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു ശ്ലീഹ വായനയായി നാം കേട്ടത്. പരിശുദ്ധ ശ്ലീഹന്മാർ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധാത്മ അഭിഷേകത്തിനായി കാത്തിരുന്നു. മാളികയിൽ കാത്തിരുന്ന അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിരൂപേണ പ്രാവ് പോലെ ഇറങ്ങി അവരുടെ മേൽ ആവസിച്ചു. അവർ വിവിധങ്ങളായ ഭാഷകളിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു. അതിനുശേഷം വരുന്ന സംഭവമാണിത്. പെന്തിക്കോസ്തി പെരുന്നാളിൽ പത്രോസ് അപ്പസ്തോലന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000-ഓളം ആൾക്കാരാണ് സഭയിലേക്ക് കടന്ന് വന്നത്. പത്രോസും യോഹന്നാനും 9-ാം മണി നേരം ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാനായി പോകുന്നു. യഹൂദ പാരമ്പര്യത്തിലെ യാമ പ്രാർത്ഥനകൾ അപ്പസ്തോലന്മാർ അതേപടി പിന്തുടരുന്നതായി നമുക്ക് കാണാൻ കഴിയും. പാതിരാത്രി, പ്രഭാതം, 3-ാം മണി, 6-ാം മണി അഥവാ ഉച്ച, 9-ാം മണി, സന്ധ്യ, സൂതാറ തുടങ്ങി 7 യാമ പ്രാർത്ഥനകൾ. പത്രോസും യോഹന്നാനും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ചില പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ വേർതിരിക്കപ്പെട്ടവരാണ് ബാക്കിയുള്ളവരെക്കാൾ. അതുകൊണ്ട് ഇവരെ സ്പെഷ്യൽ അംബാസഡേഴ്സ് എന്ന് ചിലപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും കാണും, ചിലപ്പോൾ പത്രോസും യോഹന്നാനും മാത്രമായിരിക്കും കാണുന്നത്. അങ്ങനെ 9-ാം മണി നേരം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴാണ് സുന്ദരം എന്ന് പറയുന്ന ഒരു ഗോപുരത്തിന്റെ വാതിക്കൽ ഇരുന്നു കൊണ്ട് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ ഭിക്ഷ യാചിക്കുന്നത്. എന്തുകൊണ്ട് ലൂക്കോസ് ഏവങ്കേലിയോസ് അപ്പസ്തോല പ്രവർത്തികളും എഴുതിയത് വിശുദ്ധനായ ലൂക്കോസ് ആകുന്നുവല്ലോ? എന്തുകൊണ്ട് ഉൾപ്പെടുത്തി എന്നുള്ള ചോദ്യത്തിന് വേദപണ്ഡിതന്മാർ 3 ഉത്തരങ്ങളാണ് നൽകുന്നത്. 1, അപ്പസ്തോല പ്രവർത്തികൾ 2-ാം അധ്യായം 43-ാം വാക്യത്തിൽ അപ്പസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്ന് ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് സംഭവിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സംഭവം. 2, പത്രോസ് അപ്പസ്തോലന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേർ സഭയിലേക്ക് കടന്നു വന്നു എങ്കിൽ പത്രോസിന്റെ 2ാമതൊരു പ്രസംഗത്തിന് വേണ്ടി ഒരു സാഹചര്യം ഒരുക്കിയ ഈ സംഭവത്തെ വിശുദ്ധനായ ലൂക്കോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് 2ാമത് കാരണം പറയുന്നു. പത്രോസിന്റെ മറ്റൊരു പ്രസംഗത്തിന് ഒരു സാഹചര്യം ഒരുക്കിയ സംഭവത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3ാമതായി ആദിമ ക്രൈസ്തവ സഭകൾ വിശ്വാസികൾ എന്തുകൊണ്ട് പീഡിക്കപ്പെട്ടു എന്നുള്ളത് ഈ സംഭവം അതിനു മുമ്പായി നടന്നു എന്നുള്ളതും അടയാളപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ യാമങ്ങളെ ഗൗരവപൂർവ്വം കണ്ടവരായിരുന്നു ശിഷ്യന്മാരും
അപ്പസ്തോലിക പിതാക്കന്മാരും. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം, അത് യഹൂദ പാരമ്പര്യത്തിൽ ഉള്ളതല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ യഹൂദ പാരമ്പര്യത്തിലും പശ്ചാത്തലത്തിലും ജന്മം കൊണ്ട ക്രൈസ്തവ സഭ യഹൂദ പാരമ്പര്യത്തിലെ ഒരുപാട് കാര്യങ്ങൾ സ്വാംശീകരിച്ചു, സ്വീകരിച്ചു. പക്ഷേ നാം അത് കൊണ്ടാടുമ്പോൾ യഹൂദന്മാർ ഏതർത്ഥത്തിൽ കൊണ്ടാടി എന്നുള്ളതിനെ അല്ല, ക്രിസ്തു സംഭവവുമായി അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നാം അതിന് വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും കൊടുക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് സുന്ദരം എന്നുള്ള ഒരു ഗോപുര വാതുക്കൽ ഇരുന്നു കൊണ്ട് ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യൻ. ഈ ഭിക്ഷക്കാരനുള്ള പ്രത്യേകത അവൻ ജന്മന മുടന്തനായിരുന്നു എന്നുള്ളതാണ്. സ്നേഹിതരെ, ഭിക്ഷക്കാരെ നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ട് അപ്പസ്തോലന്മാർ അവനോട് സ്നേഹപൂർവമായി അടുത്ത് ഇടപെടുന്നത്. എന്തെങ്കിലും ഭിക്ഷ കിട്ടുമെന്നും കണ്ട് ജന്മനാ മുടന്തനായിരുന്ന ഭിക്ഷക്കാരൻ അവരോട് ഭിക്ഷ ചോദിക്കുന്നു. പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കുന്നു. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രണ്ട് ശിഷ്യന്മാർ ഈ ഭിക്ഷക്കാരനോട് കാട്ടിയ അവരുടെ സമീപനം അഥവാ പ്രതികരണം, they looked at him, they talked at him, അവനെ നോക്കി അവനോട് സംസാരിച്ചു എന്ന് മാത്രമല്ല, അവനെ തങ്ങളുടെ വലങ്കൈ നീട്ടി അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. They talked, they looked, they talked and they touched. അവനെ തൊട്ടു. ശ്രദ്ധിക്കുകയോ നോക്കുകയോ അങ്ങനെയുള്ളവരോട് ഉരിയാടുകയോ ചെല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ. അവനെ നോക്കി, അവനോട് സംസാരിച്ചു, അവനെ തൊട്ടു. നല്ല ശമരിയക്കാരന്റെ ഉപമ കർത്താവ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. വഴിയരികെ വീണ് കിടന്ന ശമരിയക്കാരൻ വീണ് കിടക്കുന്നവനെ കണ്ടിട്ട് ലേവ്യനും പുരോഹിതനും ശ്രദ്ധിക്കാതെ പോയൊരു സാഹചര്യത്തിലാണല്ലോ നല്ല ശമരിയക്കാരൻ വന്ന് അവനോട് സ്നേഹപൂർവ്വം ഇടപെടുന്നതും അവനെ രക്ഷപ്പെടുത്തുന്നതും. ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എക്കാലവും ഏതു വിധത്തിലായിരിക്കണം എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസിനും യോഹന്നാനും പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, പക്ഷേ ഞങ്ങൾക്കുള്ളത് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തുന്നു. പഴയ നിയമ പാരമ്പര്യത്തെ മറികടക്കുന്ന സുവിശേഷ ഭാവമാണ് ശിഷ്യന്മാരുടെ പ്രതികരണം. ഷെയറിംഗ് ദ ലവ് ഓഫ് ഗോഡ് should not be an hindrance to the worship. ആരാധനയ്ക്ക് പോകുകയാണ്, നമസ്കരിക്കാനായിട്ട് പോവുകയാണ്, ദേവാലയത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ദൈവസ്നേഹം പങ്കുവയ്ക്കുക എന്നുള്ളത് ഒരു ഒരു തടസ്സമായി ശിഷ്യന്മാർക്ക് കാണുന്നില്ല. ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് സ്നേഹത്തിന്റെ പ്രകടനം പങ്കിടിയിൽ നടത്തിയിട്ടാണ് രണ്ട് ശിഷ്യന്മാർ ദേവാലയത്തിലേക്ക് പോയത്. ഒരു സംഭവം ഞാൻ വായിച്ചതാണോ കേട്ടതാണോ എന്ന് ഓർക്കുന്നില്ല. ഒരു ഭിക്ഷക്കാരൻ ഒരാളോട് ഭിക്ഷ ചോദിച്ചു. ആ ആളിന് ഒന്നും കൊടുക്കാൻ കയ്യിലില്ലായിരുന്നു. അദ്ദേഹം വളരെ സ്നേഹപൂർവം ആ ഭിക്ഷക്കാരന്റെ അടുത്ത് ചെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സ്നേഹിത, എനിക്ക് നിങ്ങൾക്ക് ഭിക്ഷ തരുവാൻ ഒന്നുമില്ല. ഭിക്ഷക്കാരൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും സാരമില്ല, എന്നെ സ്പർശിക്കുവാനും സ്നേഹിത എന്ന് വിളിക്കുവാനും
നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. കാലം ഇത്രയും എന്നോട് ആരും ഇങ്ങനെ ഒരു വാക്ക് പറയുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. എല്ലാവരെയും എല്ലായ്പ്പോഴും ഭിക്ഷ കൊടുത്ത് സമ്പന്നനും സംതൃപ്തരാക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതൊക്കെ ഇന്ന് വലിയ മാഫിയ ആയി മാറിയിരിക്കുന്ന ഒരു കാലമാണ്. എങ്കിലും പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിന്റെ ആത്മാവ് പങ്കുവെക്കുവാൻ കഴിയുന്നെങ്കിൽ അത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാവും എൻ്റെ കാവൽ പിതാവുമായ സ്വർണനാവുകാരൻ ഈവാന്യൂസ് വളരെ ശക്തിപൂർവ്വം പ്രബോധിപ്പിക്കുന്ന ഒരാശയമാണ്: If you can't find Christ in the beggar at the church door, you cannot find him in the chalice. ദേവാലയത്തിന്റെ പടിവാതിക്കൽ ഇരിക്കുന്ന ഭിക്ഷക്കാരനിൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ലെങ്കിൽ, ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ കർത്താവിന്റെ തിരുശരീരം ഉൾക്കൊള്ളുന്ന പീലാസായിൽ തിരുശരീര രക്തങ്ങളിൽ നിങ്ങൾക്ക് കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല എന്ന് അസന്ദിഗ്ധമായി പഠിപ്പിച്ച അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ തിരിച്ചും പറയുന്നുണ്ട്: ബലിപീഠത്തിൽ അർപ്പിക്കുന്ന അപ്പത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവൻ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവനിലും ക്രിസ്തുവിനെ കാണും എന്ന്. അദ്ദേഹം ഉപസംഹരിക്കുന്നത്: വർഷിപ്പ് ആൻഡ് ചാരിറ്റി ആർ ഇൻസെപ്പറബിൾ തിങ്സ്. ആരാധനയും സ്നേഹത്തിന് പങ്കിടിയിലും എന്ന് പറയുന്നത് ഒരിക്കലും വേർതിരിക്കാനായി ആവാത്ത രണ്ട് ഘടകങ്ങളാണ്. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ടാണ് പിതാക്കന്മാർ ആരാധനയും ദൈവസ്നേഹത്തിന്റെ പങ്കിടിയിലും കാണുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ആത്മാവിനെ എത്ര കണ്ട് നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട്?